ഹലോ സുഹൃത്തുക്കളെ, ഇന്നൊരു അടുപ്പിൻ്റെ പണിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരു ചെറിയ അടുപ്പ് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ മുറ്റത്തുണ്ടാക്കുകയാണ്. ഈ അടുപ്പ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണണ്ടേ? അപ്പോൾ ഈ അടുപ്പ് ഉണ്ടാക്കുന്നതിന് മുൻപ് ഇതിനോട് ചേർന്ന് ഇതിന് പുറകിൽ സൈഡിലൊരു ചെറിയൊരു മതിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുറ്റവും അടുക്കളത്തോട്ടവുമായിട്ട് വേർതിരിക്കുന്ന. അപ്പോൾ അതിന് തീരെ പൊക്കം കുറവാണ്. അപ്പോൾ അതിന് ഒരു 2 കട്ടയുടെ പൊക്കം കൂടെ കൂട്ടി കൊടുക്കാം നമുക്ക് ആദ്യം. അതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് കടക്കാം. അപ്പം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ തണുപ്പല്ലാത്ത സമയത്ത്, ഈ വേനൽക്കാലങ്ങളിൽ പുറത്തിരുന്ന് ഈ ചെറിയൊരു മതിലുണ്ടല്ലോ, ആ മതിലിൻ്റെ ഈ ബെഞ്ച് പോലെ ഇരിക്കുക, ആ ബെഞ്ചിലിരുന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രത്യേകിച്ച് പിള്ളേർ ചിലപ്പം പറയേ, പപ്പ ഇന്ന് നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ ഞാൻ മക്കളെ എന്നാൽ ശരിയാണ്, ആ മേശ എടുത്ത് പുറത്തേക്കിട്ട് ഡൈനിങ് ടേബിൾ എടുത്ത് പുറത്തേക്കിട്ടിട്ട് ഞാൻ അവരെ അവിടെ ഇരുത്തി കഴിക്കും. അപ്പം പുറത്തുനിന്ന് കഴിച്ചെന്നുള്ള വിഷമം പിള്ളേർക്ക് മാറുകയും ചെയ്യും. ഇപ്പം നല്ല കാറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അതിനൊരു പ്രത്യേക സുഖമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഗാർഡൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു വാഴയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാട്ടിലെ ചെറിയ ഫീൽ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പം ഞാനത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ പിള്ളേർ എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് മതിലിൻ്റെ പണി കാണാം. മതിലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു 2 കട്ടയുടെ പൊക്കമേ കൂടത്തുള്ളൂ. ചെറിയ, അതായത് ഒരു അരയടിയും കൂടെ പൊക്കം കൂടുമായിരിക്കും. അപ്പോൾ അതിലിരിക്കാനൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഇത്തരം പണികളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷണമാണ്. ശ്രമിച്ചാൽ ആർക്കും ചെയ്യാവുന്ന പണി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഇവിടെ വെള്ളക്കാർ ഇവിടെ ഈ ചുടുകട്ട ഉപയോഗിച്ചാണ് ഇവിടുത്തെ വീടുകളെല്ലാം നിർമ്മിക്കുന്നത്. അതിൻ്റെ പുറം ഭാഗം എല്ലാം ചുടുകട്ടയായിരിക്കും. അതൊരിക്കലും തേക്കാറില്ല. പക്ഷേ ഇവിടെ അത് കട്ട കെട്ടിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ഓരായൊക്കെ തേച്ച് സിമെൻ്റ് ഒരിടത്തും പടരാതെ നല്ല ഭംഗിയായിട്ട് എല്ലാം ഒരേ ലൈനിൽ ഒരേ ലെവലിൽ നല്ല ഭംഗിയിലാണ് കെട്ടുന്നത്. നമുക്കതുപോലെയൊന്നും കെട്ടാൻ പറ്റിയില്ലെങ്കിലും തീരെ അതിനോട് ചെറുതായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുന്ന രീതിയിൽ കൂടെ ആണ് ഞാൻ കെട്ടാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ പണി തുടങ്ങിയപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ അധികം താമസിയാതെ ഭയങ്കര മഴ തുടങ്ങിയ സമയത്ത് ഞാൻ കുടയൊക്കെ ചൂടിക്കൊണ്ടാണ് പണിത്. കാരണം ഇപ്പോൾ സിമെൻ്റ് എല്ലാം കൂട്ടുകയും ചെയ്തു. ഇതിനിടയ്ക്കിട്ടിട്ട് പോകാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ കട്ടകെട്ട് പുരോഗമിച്ചു. കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. പിന്നെ അതിന് ഒരു ടോപ്പിലൊരു സിമെൻറ്റിൻ്റെ സ്ലാബുണ്ട്, അതും കൂടെ ഫിറ്റ് ചെയ്തപ്പം ഏതാണ്ട് മതിലിൻ്റെ പണി ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ അടുപ്പാണ്. അടുപ്പിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു താൽക്കാലിക സംരംഭമായിട്ട് ചെയ്യാം,
അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, താൽക്കാലികവുമല്ല പെർമനൻറ്റും അല്ലാത്ത രീതിയിൽ ഈ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഈ തറയിലിട്ടിട്ട് അതിന് മുകളിൽ സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ, അതായത് അപ്പം എളുപ്പമുണ്ട്, അതങ്ങ് നിരത്തി തറ ലെവൽ ചെയ്തു. തറ ലെവൽ ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ കട്ടയടുക്കി ഇതിൻ്റെ കെട്ടിപ്പൊക്കിയത്. അധികം പൊക്കമില്ല, ഒരു മീഡിയം സൈസ് അടുപ്പാണ്. അതായത് നമുക്ക് അത്യാവശ്യം തീരെ ചെറിയ പാത്രം വെക്കാം, എന്നാൽ വലിയ പാത്രം വെക്കാവുന്നൊരു രീതിയിലാണ് അതിൻ്റെ ഒരു മുകൾ ഭാഗം വന്നിരിക്കുന്നത്. ഇതിൻ്റെ പുറകുവശത്ത് ഫെൻസിങ് ആണ്, അത് തടി കൊണ്ടുള്ള ഫെൻസിങ് ആണ്. അപ്പോൾ ഈ ചൂട് പുറത്തേക്ക് പോകാതെ തടി കത്താതിരിക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഭിത്തിയും കൂടെ കെട്ടിക്കൊടുത്തു. അതൊരു 1.5 അടി 2 അടിയോളം പൊക്കത്തിൽ ഒരു ചെറിയ ഭിത്തിയും കൂടെ കെട്ടിയപ്പം അപ്പോൾ ഈ അടുപ്പിന് കാണാനൊരു ലുക്കും ഉണ്ടായി. എന്നാൽ തീ പുറത്തേക്ക് ആളിപ്പോയി പടരുന്നത് തടയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അടുപ്പ് പൂർത്തിയായി. 2 ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ തീ കത്തിക്കുന്നത്. കാരണം ഒന്ന് സെറ്റാകണമല്ലോ. അടുപ്പിൽ തീ കത്തിക്കാൻ പോവുകയാണ്. ഈ അടുപ്പിൽ തീ കത്തിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം ഈ അടുപ്പ് ഉണ്ടാക്കിയതിൻ്റെ പിന്നെ രഹസ്യം നമുക്കറിയാം. ഈ പുറത്തുള്ള അടുപ്പിനകത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, അത് നമുക്കൊരു പഴയ നമ്മുടെ കേരളത്തിൽ ജനിച്ച് വളർന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് ആ പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. അത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അപൂർവ ഓർമ്മകളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ അടുപ്പയിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ നിന്നാണ് കറിയൊക്കെ എടുത്ത് കഴിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് നല്ല ചൂട് ഇറച്ചിക്കറി നമ്മുടെ കപ്പയോ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കോരിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അപാരമാണ്. ഭയങ്കര ടേസ്റ്റാണല്ലോ, കഴിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ കുക്ക് ചെയ്ത് എടുക്കുന്നതും വിറക് കത്തിച്ച് എടുക്കുന്ന ഭക്ഷണം തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് പറഞ്ഞാൽ, ഗ്യാസ് സ്റ്റൗവിന് ഭയങ്കര ചൂടാണ്. അതിൻ്റെ 10-1 ചൂടേ ഉള്ളൂ വിറകിന്. അപ്പോൾ ഈ ഇറച്ചി പതുക്കെ ഇരുന്ന് വെന്ത് അത് അതിൻ്റെ പാത്രത്തിന് ചവിട്ടി പിടിക്കാതെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വെന്ത് വരുമ്പം അതിന് പ്രത്യേക രുചിയുണ്ട്. അതുപോലെ ഇറച്ചി ഉലത്തിയെടുക്കാനാണെങ്കിലും അടുപ്പിനകത്ത് വെച്ച് വേവിച്ച് ചെറിയ തീയിലിരുന്ന് വെന്ത് നമ്മൾ ഇളക്കി വേവിച്ചെടുക്കുമ്പം അത് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതുപോലെയല്ല നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതും ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ അവസരമുള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ നിസ്സാര പൈസയ്ക്ക് ചിലവേ വരുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു നല്ല ടൈം പാസുമാണ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം.